എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. +1 പബ്ലിക് എക്സാം വാല്യുവേഷൻ ഇന്നലെ ആരംഭിച്ചു. അപ്പോൾ വാല്യുവേഷൻ ലിബറൽ ആണോ, വാല്യുവേഷൻ സ്ട്രിക്റ്റഡ് ആണോ, റിസൾട്ട് എന്നായിരിക്കും പ്രസിദ്ധീകരിക്കുക എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. +1ൻ്റെയും +2ൻ്റെയും കാര്യങ്ങൾ നമ്മൾ കൂടുതലായി വീഡിയോകൾ ചെയ്യുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു സംശയമാണ് +1ൻ്റെ കാര്യം എന്തേ പറയാത്തതെന്ന്. +1ൻ്റെ കാര്യം പറയാം. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം 2025 വാല്യുവേഷൻ ക്യാമ്പ് അധ്യാപകർ ഇന്നലെ ഏപ്രിൽ മാസം 3-ാം തീയതി മുതൽ ആരംഭിച്ചു. വാല്യുവേഷൻ ലിബറൽ ആണോ, അതുപോലെ തന്നെ വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണോ എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട്. വാല്യുവേഷൻ ലിബറൽ ആണെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാം. അപ്പോൾ വാല്യുവേഷൻ ലിബറൽ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികൾ ഓവർ മാർക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട. ഞാൻ ലിബറൽ എന്നതുകൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഒറ്റൊരു കാര്യം മാത്രം, ഞാൻ പറയുന്നത് ഒറ്റൊരു കാര്യം മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ എക്സാമിൽ 24 മാർക്ക് നിങ്ങൾക്ക് ജയിക്കാൻ വേണം. 80 മാർക്കിൻ്റെ റിട്ടൺ എക്സാമിൽ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനി 24 മാർക്ക് എഴുതിയെടുക്കണം. ചില സാഹചര്യങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് 24 കിട്ടാതെ വരികയും ഒരു 22 23 ഒക്കെ വന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ അരമാർക്കോ 1 മാർക്കോ കിട്ടുമെന്ന് അത് 24 ആക്കാൻ അധ്യാപകർ തങ്ങളാലാകും വിധം എന്ത് ചെയ്യും, അധ്യാപകർ ശ്രമിക്കും. അത് ചെയ്തു കൊടുക്കാറുമുണ്ട്. അതായത് ചില ഘട്ടങ്ങളിൽ 22 23 ഒക്കെ വരുമ്പോൾ എവിടെയെങ്കിലും ഒരു അരമാർക്കോ 1 മാർക്കോ കിട്ടുകൊടുത്താൽ ആ വിദ്യാർത്ഥിക്ക് എങ്ങനെയും 24 കിട്ടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥി ജസ്റ്റ് പാസ്സായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പം എങ്ങനെയെങ്കിലുമൊക്കെ അത് ചെയ്ത് കൊടുക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. അത് ഇനിയിപ്പം ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ 20 റിസൾട്ട് വരുമ്പോൾ 23 കാണിക്കും, ഫെയിലായത് കാണിക്കും, 1 മാർക്കിൻ്റെ പേരിൽ ഫെയിലായി പോയതായിട്ടൊക്കെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും. അതങ്ങനെ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ഒരു രീതിയിലും മാർക്കിടാൻ പറ്റാതെ വരുമ്പോഴാണ് അങ്ങനെ ഫെയിലായി പോകുന്നത്. നിങ്ങൾക്ക് 23 ഉണ്ട്, എവിടെ കൂട്ടിയിട്ടും 1 മാർക്ക് പോലും അപ്ലോഡ് ചെയ്യാൻ യാതൊരു സ്ഥലവും അവിടെ ഇല്ല. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് വിദ്യാർത്ഥികളെ തോൽപ്പിക്കുന്നത്. കാരണം എവിടെ 1 മാർക്ക് ഇടാൻ സ്ഥലമില്ല. ഞാൻ എപ്പോഴും പല തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ വിദ്യാർത്ഥിനോട് പറയുന്നൊരു കാര്യം തന്നെയാണ്, നമുക്കൊരിക്കലും ഒരു അധ്യാപകൻ ഒരിക്കലും വെള്ള പേപ്പറിൽ ഒരിക്കലും ഒരു കുട്ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആ പേപ്പറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് തക്കതായിട്ടുള്ള മാർക്ക് ഇടാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, ഒരു രീതിയിലും പേപ്പറിൽ മാർക്ക് ഇടാൻ പറ്റാതെ വരുമ്പോഴാണ് വിദ്യാർത്ഥി 1 മാർക്കിൻ്റെ പേരിലും 2 മാർക്കിൻ്റെ ഒക്കെ പേരിലും തോക്കുന്നത്. അല്ലാത്ത എല്ലാ കേസുകളും എന്ത് ചെയ്യാറുണ്ട്, ക്ലിയർ ചെയ്ത് വിടാറുമുണ്ട്. വാല്യുവേഷൻ സ്ട്രിക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, സ്ട്രിക്റ്റ് വാല്യുവേഷൻ +1 ഉപയോഗിക്കാറില്ല. ഇനി റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന കൃത്യമായ ഡേറ്റ്. SLC പരീക്ഷാ ഫലം മെയ് മാസം ആദ്യ ആഴ്ചയും അതുപോലെ തന്നെ +2 പരീക്ഷാ ഫലം മെയ് മാസം സെക്കൻഡ് വീക്കും വരുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പത്രസമ്മേളനത്തിൽ അറിയിച്ചത്. എന്നാൽ +1ൻ്റെ കാര്യം ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇതുവരെ ഒന്നും ആയിട്ടില്ലെന്ന് തിരുവനന്തപുരം. വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, സാധാരണ എല്ലാ വർഷങ്ങളിലും +1 പരീക്ഷാ ഫലം ഒരു ജൂൺ ജൂലൈ മാസങ്ങളിലാണ് വരാറ്. കഴിഞ്ഞ വർഷം മാത്രം മെയ് 28-ന് +1 പരീക്ഷാഫലം മെയ് 28-നാണ് കഴിഞ്ഞ വർഷം പുറത്തുവിട്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞത്, എന്തായാലും ഈ വർഷം ഒരു മെയ് ഓർ ജൂണിൽ എന്തായാലും നിങ്ങളുടെ +1 റിസൾട്ട് ഉണ്ടാവും. വിദ്യാർത്ഥികൾ ഒരു കാര്യം ഓർക്കുക, SLC പരീക്ഷാ ഫലത്തിനും അതുപോലെ തന്നെ +2 പരീക്ഷാ ഫലവും, SLC റിസൾട്ടും അതുപോലെ തന്നെ +2 റിസൾട്ടും വന്നതിന് ശേഷം മാത്രമേ +1 പരീക്ഷാ ഫലം വരികയുള്ളൂ. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, SLC പരീക്ഷാ ഫലവും അതുപോലെ തന്നെ +2 പരീക്ഷാ ഫലവും പുറത്തു വന്നതിന് ശേഷം മാത്രമേ +1 പരീക്ഷാ ഫലം പുറത്തു വരികയുള്ളൂ. ഇതിന് കാരണം, SLC പരീക്ഷാ ഫലം ആദ്യം പുറത്തു വരും, ശേഷം +2, ശേഷമാണ് +1 പുറത്തു വരുന്നത്. ഇതിന് കാരണം എന്നത്, SLC വിദ്യാർത്ഥികൾക്ക് ജൂണിൽ എന്ത് ചെയ്യുവാണ്, +1 അലോട്ട്മെൻറ്റുകൾ ആരംഭിക്കും. +2 വിദ്യാർത്ഥികൾക്കും ജൂണിൽ ഡിഗ്രി പോലെയുള്ള മറ്റ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുകളും ആരംഭിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, റിസൾട്ട് അത്യാവശ്യമാണ്. എന്നാൽ +1 റിസൾട്ട് അത്രയ്ക്കിതല്ല. കാരണം നിങ്ങൾ +2 പഠനം കണ്ടിന്യൂ ചെയ്യുകയാണ്, +2ലേക്ക് പോവുകയാണ്, നിങ്ങൾ പഠനം തുടരുന്നവരാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ റിസൾട്ട് കുറച്ച് ഡിലേ ആകും. കഴിഞ്ഞ വർഷം മെയ് 28-ന് വന്നിരുന്നു, കഴിഞ്ഞ വർഷം മെയ് മാസം 28-ാം തീയതി പുറത്ത് വിട്ടിരുന്നു. എന്തായാലും വിദ്യാർത്ഥികൾ കാത്തിരിക്കുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നവർക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീമിയർ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ആക്കി വെച്ചിട്ടുണ്ട്. +1 റിസൾട്ട് പബ്ലിഷർ പ്രീമിയർ വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക.
അപ്പോൾ പുതിയൊരു കാണുന്നവരെ മൈ നെയിം ഇസ് ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.